രാമരസം രസനേ പിബരേ രാമരസം. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന പുരാതനമായ ഒരു ഗുഹാക്ഷേത്രമാണ് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി മുകുന്ദപുരം താലൂക്കിലെ തൃക്കൂരിൽ മണലിപ്പുഴയുടെ തീരത്ത് 150 അടി ഉയരമുള്ള പാറയിലാണ് കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും ഇത് പരശുരാമനാൽ സ്ഥാപിതമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നും കരുതിപ്പോരുന്നു. ഈ ക്ഷേത്രം മുൻകാലത്ത് ഒരു ജൈനക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹൈന്ദവവൽക്കരിക്കപ്പെട്ടതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. ശിവനോടൊപ്പം ക്ഷേത്ര ശ്രീകോവിലിൽ പാർവതീ സങ്കല്പവുമുണ്ട്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, സാലഗ്രാമ രൂപത്തിൽ വരാഹമൂർത്തി, ഭദ്രകാളി, ദുർഗ, ചാമുണ്ഡി, അന്തിമഹാകാളൻ, സപ്തമാതൃക്കൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. തെക്കേ വാതിൽമാടത്തിലാണ് നിത്യേനയുള്ള ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നത്. അവർണ സമുദായക്കാരനായ ഒരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ കറവ പശു വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു. ആ ഗുഹയാണ് ഇന്നത്തെ ക്ഷേത്രം. അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്രപ്രതിഷ്ഠ. ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട അദ്ദേഹം ഉടൻ തന്നെ കാരേക്കാട്ട് തിരുമേനിയെയും പെരുമ്പടപ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു. ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവസാന്നിധ്യമുണ്ടെന്നറിഞ്ഞു. അങ്ങനെ പാലിയത്തച്ഛന്റെ നേതൃത്വത്തിൽ ക്ഷേത്രമുയരുകയും ചെയ്തു. പെരുമ്പടപ്പ്, മണിക്കുറ്റി എന്നീ ഇല്ലക്കാരാണ് തുടക്കകാലത്ത് പൂജകൾ ചെയ്തിരുന്നത്. ക്ഷേത്രം കണ്ടെത്തിയ ആളുടെ സ്മരണാർത്ഥം തെക്കേ നടയിൽ ഒരു തറയുണ്ട്. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്ത് കുടുംബക്കാരുടെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. മകരമാസത്തിൽ തിരുവാതിര നാളിൽ മണലിപ്പുഴയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ ഉത്സവം, കുംഭമാസത്തിൽ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര, തുലാമാസത്തിൽ തിരുവാതിര നാളിലെ കളഭാഭിഷേകം, കന്നിമാസത്തിൽ നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഈ തിരുനടയിലെത്തി മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ആധിയും വ്യാധിയും ഒഴിഞ്ഞ് ജീവിതം ധന്യത നേടുന്നു. ജന്മദുഃഖങ്ങളകന്ന് ഉള്ളിൽ പുണ്യം നിറയുന്നു. നമസ്കാരം. ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അകന്നുപോകുന്നതിനും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ലഭിക്കുന്നതിനും രാമായണ പാരായണം ഉപകരിക്കുന്നു. ഈ പുണ്യമാസത്തിൽ, ഈ രാമായണ മാസത്തിൽ തൃശ്ശൂർ പ്രാദേശിക സഭാ യുവവേദി സംഘടിപ്പിക്കുന്ന പിബരേ രാമരസത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമരസം എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കേരളത്തിൻ്റെ ഉത്തരഭാഗത്ത് നമ്മൾ മലബാർ എന്നൊക്കെ വിളിക്കുന്ന പ്രവിശ്യയിൽ ഒരു 500 കൊല്ലം മുൻപ് ജീവിച്ച് മരിച്ച കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ കിളിപ്പാട്ട് രൂപത്തിലുള്ള രാമായണമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ വായിക്കുക, അല്ലെങ്കിൽ വായിക്കേണ്ടുന്നതായിട്ടുള്ളത്. ആ കാലപ്രകാരം അതിൽ ഈ രാമായണം തന്നെ പല തരത്തിലുണ്ട്. അതിലൊന്നു മാത്രമാണ് ഈ കിളിപ്പാട്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. വാൽമീകിയുടെയാണ് ആദി കാവ്യം എന്നുള്ള നിലയ്ക്ക് രാമായണം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, അതായത് പഴയ ഭാരതം എന്നുള്ള ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന പലതരം രാമായണങ്ങളുണ്ട്. ഒരു ഗാന്ധാരം മുതൽ കാംബോജം വരെ എന്ന് പറയാവുന്ന രീതിയിൽ ഇന്നത്തെ നമ്മൾ അഫ്ഗാനിസ്ഥാൻ മുതൽ ഒരു കംബോഡിയ വരെയുള്ള പ്രദേശമാണ് പൊതുവെ ഈ ഭാരതം എന്ന അന്നത്തെ സങ്കല്പത്തിൽ നമ്മൾ പറയുന്ന പ്രവിശ്യ. അവിടുത്തെ
നാടോടിക്കഥകളും ഒക്കെ ആയിട്ട് പണ്ട് മുതൽക്കേ ഉള്ളതിൻ്റെ ഒരു സ്വാംശീകൃത ഒരു 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 നടുവിലേക്ക് എത്തിച്ചൊരു രൂപമായിട്ട് പൊതുവെ സാഹിത്യവശാൽ പറയുന്നതാണ് ഈ രാമായണം, വാൽമീകി രാമായണം. ആ രാമായണമായിട്ടും ചില രീതിയിലൊക്കെ മാറ്റങ്ങളുള്ള പലതരം രാമായണങ്ങളുണ്ട്. നമ്മുടെ ഈ എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് രൂപത്തിലാണ്. അതിനതിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങൾ അപ്പോഴും ഉണ്ടാവും. എന്നാൽ തന്നെയും കഥാപരമായിട്ടൊക്കെ വളരെ മാറ്റങ്ങളുള്ള രാമായണങ്ങൾ പലതുമുണ്ട്. ഞാൻ ഇത്രയും ഇവിടെ പറയാൻ കാരണം ഈ രാമായണം എങ്ങനെ രംഗകലകളിൽ പ്രത്യക്ഷപ്പെടുന്നു കേരളക്കരയിൽ എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളൊരു ആമുഖമായിട്ടാണ്. കൂടിയാട്ടം, നങ്ങ്യാർകൂത്ത്, ഇങ്ങനെ രണ്ട് പ്രാചീന പാരമ്പര്യ കലകളിൽ ഇതെങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ്. വിവരണത്തിനപ്പുറം അതിൽ ചില കൗതുകങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നാവുന്ന ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. കഥാപരമായിട്ടുള്ള ചില മാറ്റങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ കൂടിയാട്ടത്തിലെ രാമായണം, കൂടിയാട്ടം എന്ന് പറയുന്നത് ഒരു പഴയ കലാരൂപമാണ്, പ്രാചീനമാണ്. ഏറെക്കുറെ ക്രിസ്തുവിൻ്റെയൊക്കെ തന്നെ കാലത്ത്, അപ്പോൾ ഒരു 2000 അല്ലെങ്കിൽ ഒരു 1800 വർഷങ്ങളൊക്കെ മുൻപ് തന്നെ ഉള്ളതായിട്ട് ഏറെക്കുറെ ഊഹങ്ങളുണ്ട്. എന്നാലും ഒരു 1000-1200 കൊല്ലമായിട്ട് വളരെ സജീവമായിട്ട് നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കലാരൂപമാണ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള നാടകങ്ങളുടെ അരങ്ങ് പ്രവൃത്തിയായിട്ടുള്ള കൂടിയാട്ടം. ആ കൂടിയാട്ടത്തിൽ തന്നെ ഈ രാമായണം വരുന്നത് 3 അധ്യായങ്ങളായിട്ടാണ്. അത് 3 അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ 3 നാടകങ്ങൾ ചേർത്തിട്ടാണ് രാമായണം ഈ കൂടിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അതിൽ 3 2 എഴുതിയിട്ടുള്ളത് ഒരൊറ്റ നാടകകൃത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഭാസൻ എന്നാണ്. അദ്ദേഹം മലയാളിയല്ല, പക്ഷെ മലയാള ബന്ധം നമുക്ക് കൽപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നാടകകൃതികളായിട്ടുള്ള പ്രതിമാ നാടകവും അഭിഷേക നാടകവും ഏറെക്കാലം വിസ്മൃതിയിൽ പോയി, അത് കാണാതെ പോയി. അതിന് തിരിച്ചു കിട്ടാൻ കാരണമായത് ആ തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്നൊരു സംസ്കൃത പണ്ഡിതൻ ഗണപതി ശാസ്ത്രി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നാണ്. രണ്ടാമത്തെ നാടകകൃത്തായിട്ടുള്ള ശക്തിഭദ്രൻ, അദ്ദേഹം ഇന്നത്തെ കണക്കിന് മലയാളി തന്നെയാണ്. അതൊരു 1500 വർഷമൊക്കെ പഴക്കം കൽപ്പിക്കാവുന്നതാണ്. ഭാസൻ എന്ന് പറയുന്നത് കാളിദാസനും മുൻപുള്ള ആളാണ്. ഒരു 1800 വർഷം, ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ഒക്കെ അടുപ്പിച്ചുള്ള ആ കാലത്തുള്ള, ഇതിനൊന്നും വ്യക്തമായിട്ടുള്ള ഇവരുടെ ഒന്നും ജീവിതരേഖ നമ്മുടെ കയ്യിലില്ല, എപ്പോഴും അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ 2 കൃത്തുക്കളും നാടകകൃത്തുക്കളും ചെയ്തിട്ടുള്ള 3 നാടകങ്ങൾ, പ്രതിമാ നാടകം ഭാസൻ്റെ, ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ്റെ, വീണ്ടും അഭിഷേകം ഭാസൻ്റെ തന്നെ, അങ്ങനെ 3 നാടകങ്ങൾ ചേർത്തുള്ള ഒരു സമാഹാരമായിട്ടാണ് രാമായണം നമ്മൾ കൂടിയാട്ടത്തിലെ അരങ്ങുകളിൽ കാണുക. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കൗതുകങ്ങൾ എന്നുള്ളത് ഞാൻ ആ വഴി നിങ്ങളോട് പറയുന്നു. ഈ ഞാൻ മുൻപ് പറഞ്ഞ തുടർച്ചയായിട്ട് ഈ ഭാസൻ്റെ പ്രതിമാ നാടകങ്ങളിൽ അത് 7 അംഗങ്ങളാണ് ആ നാടകത്തിന്. അംഗം എന്ന് പറഞ്ഞാൽ ആക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ്. ആക്ടിൽ പിന്നെ സീനുകൾ വേറെ വരും. ഇത്ര തന്നെ അംഗങ്ങളുള്ളതാണ് ശക്തിഭദ്രൻ്റെ ആശ്ചര്യ ചൂടാമണി. അത്ര തന്നെ അംഗങ്ങളുള്ളതാണ് പിന്നീട് വരുന്ന അഭിഷേക നാടകം. അപ്പോൾ 7 21 ആക്റ്റുകളിലായിട്ട്, അംഗങ്ങളിലായിട്ട് തീരുന്നതാണ് കൂടിയാട്ടത്തിലെ രാമായണം. എന്നാൽ പല വ്യത്യാസങ്ങളുണ്ട്. ചിലത് മാത്രം പറയാം. അതിൽ പ്രത്യേകിച്ച് ഒരു രംഗം ഞാൻ വിസ്തരിച്ചും പറയാം. ഒന്ന്, ആദ്യം തന്നെ ഒരർത്ഥത്തിലുള്ള വലിയ കൗതുകം, സാധാരണ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇങ്ങനെയാണ് സഹോദരങ്ങളുടെ മൂപ്പ്, എളുപ്പം. എന്നാൽ കൂടിയാട്ടത്തിൽ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നാണ്. അപ്പം അവിടെ തന്നെ മാറ്റം നാടകകൃത്ത് വരുത്തിയിട്ടുണ്ട്. എത്രമാത്രം ഇവരൊക്കെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ബാലകാന്ഡം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ്റെ കുട്ടിക്കാലം ഇതിലില്ല, കൂടിയാട്ടത്തിലില്ല. അതിന് പകരം വിച്ഛിന്നാഭിഷേകം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പട്ടാഭിഷേകം മുടങ്ങിപ്പോകുന്ന ആ ഭാഗം മുതൽക്കാണ് കൂടിയാട്ടത്തിൻ്റെ രാമായണം കൂടിയാട്ടത്തിന് തുടങ്ങുന്നത് തന്നെ അവിടുന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അത്രയും പറഞ്ഞിട്ട് ഈ ശക്തിഭദ്രൻ എന്ന് പറയുന്ന ചെങ്ങന്നൂർക്കാരനാണ് അദ്ദേഹം. ഇന്നത്തെ തിരുവിതാംകൂറാണ് അല്ലെങ്കിൽ ആലപ്പുഴയാണ് ജില്ല വരിക. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില മാറ്റങ്ങളിൽ ഏറ്റവും
കൗതുകകരമായിട്ടുള്ളത് ഈ അദ്ദേഹത്തിൻ്റെ ഈ ആശ്ചര്യ ചൂടാമണിയിലെ 3-ാം അംഗമായിട്ടുള്ള മായാസീതാംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ്. ഈ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന ഭാഗം അമ്പേ മാറ്റിമറിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കഥ എങ്ങനെയാണ്? ഈ രാമൻ ഉള്ള നേരത്ത് തന്നെയാണ് പർണശാലയിലേക്ക്, ആശ്രമത്തിലേക്ക് സന്യാസി രാവണൻ വേഷം മാറിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ രാവണൻ സന്യാസി വേഷത്തിൽ വരുന്നത്. അപ്പോൾ സീത അവിടെ ഉണ്ട്. ഈ അച്ഛൻ്റെ ദശരഥൻ മരിച്ച വിവരങ്ങളൊക്കെ അറിഞ്ഞ് അതിൻ്റെ ശ്രാദ്ധം കൂട്ടേണ്ട സമയമായി, അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് മുനി വന്നപ്പോൾ ചോദിച്ചപ്പോൾ മുനി പറയുന്ന ചില കാര്യങ്ങളിൽ ഒരു നല്ലത് ഇവിടെ ഏറ്റവും വേണ്ടത് ഒരു കനകമൃഗത്തിനെ തയ്യാറാക്കണം. അതായത് ഒരു സ്വർണ്ണമാനിനെ നമ്മൾ ഏർപ്പാടാക്കിയാൽ അത് വിശിഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് രാമൻ അതിനനുസരിക്കാനായിട്ട് നിൽക്കുകയാണ്. മറ്റ് നമ്മുടെ അധ്യാത്മരാമായണത്തിനൊക്കെ ഉള്ളതുപോലെ രാമൻ ഇതിലൊരു ദൈവ സമാനനായിട്ടല്ല, മറിച്ച് രാമൻ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിനുള്ള സാധാരണ ഒരാൾക്കുള്ള എല്ലാ കഴിവുകളും ദൗർബല്യങ്ങളും ഉള്ള ഒരാളായിട്ടാണ് രാമൻ ഇതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ രാമൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു സ്വർണ്ണമാനിനെ കാണുകയും ചെയ്തു. അത് മാരീചൻ വേഷം മാറിയിട്ടുള്ളതാണ്, അത് രാമൻ അറിയില്ല. ഇത് അപ്പം തന്നെ അവിടെ കാണാനുണ്ടല്ലോ എന്നുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയിട്ട് പോകുമ്പോൾ ഈ രാവണൻ ആയിട്ട് ആണ് വന്നിട്ടുള്ളതെന്ന് അറിയാത്ത ആ സന്യാസി രാവണനെയാണ് രാമൻ ഏൽപ്പിക്കുന്നത് പോലെ, എന്ത് ഒന്ന് നോക്കണം നമ്മുടെ ഭാര്യയെ എന്ന് പറഞ്ഞിട്ടാണ് രാമൻ പുറപ്പെട്ടു പോകുന്നത്. പോയി കുറച്ച് ചെന്നപ്പോഴാണ് അദ്ദേഹം പോയ നേരത്ത് പെട്ടെന്ന് ഈ സൂതൻ രാവണനെ ഓടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ വേഷക്കാരൻ, ആ കഥാപാത്രം മാറിയിട്ട് ഈ സൂതന് പകരം ലക്ഷ്മണൻ്റെ വേഷത്തിലും, ഈ രാവണൻ തന്നെ വേഗം വേഷം മാറിയിട്ട് സന്യാസിയിൽ നിന്ന് മാറിയിട്ട് രാമൻ്റെ വേഷത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഇവർക്ക് അവിടെ അറിയുന്നത് നാട്ടിൽ അയോധ്യയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ശത്രു ഭയം എന്ന് പറഞ്ഞാൽ എന്തോ ആക്രമണം നടക്കാനിരിക്കുകയാണ്, സൈന്യമായിട്ട് സന്നാഹത്തിന് പോകേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യം മുനിമാർ വഴിക്ക് അറിഞ്ഞുവെന്നും അവരിതാ ഒരു രഥം തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഈ ലക്ഷ്മണ രൂപത്തിൽ വന്നിട്ടുള്ള സന്യാസി, ലക്ഷ്മണ രൂപത്തിൽ വന്നിട്ടുള്ള വേഷക്കാരൻ പറയുമ്പോൾ എന്നാ വേഗം പുറപ്പെടൂ സീതയെ എന്ന് പറഞ്ഞിട്ട് രാവണൻ ഈ വേഷം മാറിയ രാമൻ്റെ വേഷത്തിലുള്ള രാവണനാണ് സീതയെ പറയുന്നതും ഒരു ബലവും കൂടാതെ ആ തേരിലേറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. അത് അവിടുന്ന് തട്ടിക്കൊണ്ടു പോവുകയല്ല കൂടിയാട്ടത്തിലുണ്ടായിട്ടുള്ളതെന്നർത്ഥം. അങ്ങനെ അവർ ആ തേര് നിലം തൊടാതെയും ഓടിക്കാവുന്നതാണ്. അത് ആകാശമാർഗേ പോകുമ്പോൾ താഴെ ഈ രാമനും ഈ അന്വേഷിച്ചിറങ്ങിയ രാമൻ ഇങ്ങനെ കറങ്ങി തിരിച്ച് പർണശാലയിലേക്ക് എത്തിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സീത ഇരിക്കുന്നുണ്ട്. ഏത് സീത? അത് ശൂർപ്പണഖ വേഷം മാറിയിട്ടുള്ള സീതയാണ്. ഇതൊക്കെ ഒരേ ഏർപ്പാടാണ്. അങ്ങനെ ആ സീതയോട് സംസാരിച്ചിരിക്കുന്ന നീ ഇവിടേറ്റ് വന്നോ ഈ മറ്റേ സ്വർണ്ണമാൻ എന്ന് ചോദിക്കുന്ന നേരത്ത് ഈ തന്നെയാണ് ഈ സീത, മുകളിൽ പറക്കുന്ന സീത താഴത്ത് കാണുന്നത്. ഇപ്പം സീത അവിടെ വേറെ കാണുന്നുണ്ട്, അത് ശൂർപ്പണഖയാണ്. അപ്പോൾ അത് മായയാണെന്ന് അറിയുന്ന കാരണം കൊണ്ട് ഈ രാമനും മായയാണെന്നാണ് സീത വിചാരിക്കുന്നത്. ശ്രീരാമനും മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് ലക്ഷ്മണനെയും കാണുന്നുണ്ട്, തൻ്റെ രൂപം തന്നെയായിട്ടുള്ള രാമനെയും കാണുന്നുണ്ട്, സീതയും കാണുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും മായയാണെന്ന് ഉറപ്പുള്ള കാരണം കൊണ്ട് ആ ഇരുന്ന് പോകുന്നതും മായയാണെന്ന് വിചാരിക്കുമ്പോൾ ശരിക്കുള്ള സീതയെ കണ്ടിട്ട് സത്യരാമൻ എന്നാണ് പറയുന്നത് കൂടിയാട്ടത്തിന്. പക്ഷേ സത്യരാമന് മനസ്സിലായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാതെ പോവുകയാണ്. അങ്ങനെ ആ മുൻഭാഗം പോവുകയാണ്. ഈ രാമൻ പിന്നെയും മുൻഭാഗം നീങ്ങി അവസാനം ഈ മാനിനെ കണ്ട് അമ്പ ചെയ്ത നേരത്ത് മാൻ മരിച്ചു വീഴുമ്പോൾ ചത്ത് വീഴുന്ന മാൻ പെട്ടെന്ന് രാമൻ്റെ രൂപം ഏറ്റിയിട്ടാണ് മാരീചൻ അവിടെ വീഴുന്നത്. ഇതെന്താണെന്നുള്ളത് നോക്കി നിൽക്കുന്ന രാമൻ ആകെ കൗതുകപ്പെട്ടിട്ട് നിൽക്കുമ്പോൾ ഇനി എന്തെങ്കിലും ആവട്ടെ, വേഗം എന്തോ ചതി അറിഞ്ഞ് അദ്ദേഹം മടങ്ങിയിട്ട് പോരുകയാണ്. ആ നേരത്ത് വേറെ വഴിയിൽ കൂടെ അവിടെ എത്തി അന്വേഷിച്ചു വന്ന ലക്ഷ്മണൻ കാണുന്നത് രാമൻ മരിച്ചു കിടക്കുന്നതായിട്ടാണ്. ലക്ഷ്മണൻ ദുഃഖിതനായിട്ട് കരയുകയാണ്. കരയുന്ന നേരത്ത് എന്തു വേണ്ടിയെന്ന് അറിയാതിരിക്കുന്ന നേരത്ത് കുറെ കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനെയും കാണാതെ രാമൻ തിരിച്ചു വരുമ്പോൾ ഈ
മാനിൻ്റെ സ്ഥാനത്ത് രാമൻ്റെ രൂപവും കാണുന്നുണ്ട്. അവിടെ അടുത്തിരുന്നിട്ട് ലക്ഷ്മണൻ കരയുന്നുണ്ട്. അങ്ങനെ ഇത് ആ നേരത്തെ ലക്ഷ്മണൻ വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് കള്ളൻ. ഈ കിടക്കുന്ന രാമൻ മരിച്ചപ്പോൾ ഇനി എൻ്റെ ഏട്ടനെ കൊന്നതും പോലെ നീ വീണ്ടും മായയായിട്ട് വന്നിട്ട് എന്നെ ഉപദ്രവിക്കാനാണെന്നുള്ള ദേഷ്യത്തിൽ അദ്ദേഹം വന്ന് നേരെ ഈ വെട്ടി നുറുക്കാനായിട്ട് രാമനെ വെട്ടാനായിട്ട് പുറപ്പെടുകയാണ്. അവർ തമ്മിലൊരു ഒരു 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 സംഘട്ടനം ഉണ്ടാവാവുന്നതാണ്. ഒരിക്കലും രാമായണത്തെ സങ്കല്പിക്കാൻ പറ്റാത്തതാണ് ലക്ഷ്മണനും രാമനും കൂടിയിട്ടൊരു അടി ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അതിലേറെക്കുറെ നടക്കാൻ പോയപ്പോഴേക്കും ഈ മറ്റേ മോതിരം കാണിച്ച് ഞാനാണ് ശരിക്കുള്ള രാമൻ എന്നുള്ളത് സ്ഥാപിക്കാൻ ശ്രീരാമന് സാധിച്ച കാരണം കൊണ്ട് മാത്രം അങ്ങനെ ഒരു സംഘട്ടനം അവിടെ ഒഴിവാവുകയാണ്. പിന്നീട് അവർ ജടായു അറിയാലോ ബാക്കി ഭാഗങ്ങൾ അവർ സീതയെ അന്വേഷിച്ചെന്നുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇങ്ങനൊരു നായാസീതാംഗത്തിൽ അമ്പയെ മാറ്റിമറിക്കുന്ന തന്ത്രങ്ങളാണ് ശക്തിഭദ്രൻ ഉപയോഗിച്ചിട്ടുള്ളത് കഥാപരമായിട്ട്. ഒരു വിവരം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ നങ്ങ്യാർകൂത്ത് എന്ന് പറഞ്ഞ കൂടിയാട്ടത്തിന് തന്നെ പിന്നീടുണ്ടായ സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള നാടകവേദിയിൽ വാസ്തവത്തിൽ രാമായണം ഈ അടുത്തിടെ വന്നിട്ടുള്ളൂ. അടുത്തിടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 15, 20, 25 1999 അല്ലെങ്കിൽ 1990കളുടെ ഒടുവിലാണ് അതുവരെ ഈ ശ്രീകൃഷ്ണ കഥകളെ നങ്ങ്യാർകൂത്തിലുള്ളൂ. അത് ശ്രീരാമചരിതം എന്ന് പറഞ്ഞ് വേറൊരു കഥ പ്രത്യേകമായിട്ടുണ്ടാക്കി അതിലേക്ക് അതുകൂടി ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ നങ്ങ്യാർകൂത്തിൽ ധാരാളമായിട്ട് കൃഷ്ണകഥകൾ കൂടാതെ ശ്രീരാമ കഥകളും ഉണ്ട്. പക്ഷെ അത് പഴയ പാരമ്പര്യമല്ല. അത് മാർഗി എന്ന് പറഞ്ഞ് പിന്നീട് മരിച്ച വേഷക്കാരി കലാകാരികളുടെയും കൂടി ഉത്സാഹത്തിൽ നടന്നു വന്നിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇത്രയും ആണ് ഈ നങ്ങ്യാർകൂത്തിനെ പറ്റിയിട്ട്. ഈ നങ്ങ്യാർകൂത്തിലുള്ള രാമായണം പുതിയ ഒരു രസതന്ത്രമാണ് എന്നുള്ളതും പുതിയതായിട്ട് കൊണ്ടുവന്ന കഥാഭാഗങ്ങളാണ് എന്നുള്ളതും ഈ പറയുന്ന രാമായണത്തിൽ തന്നെ പഴയ രാമായണത്തിൽ തന്നെ കൂടിയാട്ടത്തിൽ പല മാറ്റങ്ങളും വരുത്താറുണ്ട് എന്നുള്ളതും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞ ഒറ്റ കാര്യം കൂടിയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ എല്ലാം കഴിഞ്ഞ് ലങ്കയിലെത്തിയിട്ട് ഈ രാമൻ കാണുന്ന തട്ടിക്കൊണ്ടുപോയ സീതയെ കാണുമ്പോൾ സീത സർവാഭരണഭൂഷിതയായിട്ടാണ് കാണുന്നത്. എന്നാൽ ഹനുമാൻ പറഞ്ഞിട്ടുള്ളത് സീതയ്ക്ക് സീത ഒറ്റയ്ക്കാണ്, നിരാലംബയാണ്, ദുഃഖിതയാണ്. സീത ഒരു ആഭരണങ്ങളൊന്നും അണിയാതൊരു വിശേഷിച്ച് കുറഞ്ഞ വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരിക്കുന്ന അങ്ങനെയല്ല കാണുന്നത്. രാമൻ ക്രോധിക്കുകയാണ് സീതയോട്. നീ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്, എനിക്കറിയാം നീ പണ്ടേ ഇങ്ങനെയൊക്കെ ഒരു തരാണെന്ന്. അങ്ങനെ തട്ടിക്കയറുന്ന രാമനെയും അതിൽ കാണാം. കാരണം അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് അനസൂയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രേഷ്ഠ ഒരു കപില മുനിയുടെ പെങ്ങളായിട്ടുള്ള ഒരു ശ്രേഷ്ഠ വനിത ഒരു വരം കൊടുത്തിട്ടുണ്ട്. സീതയെ കാണുന്നതൊക്കെ സർവാഭരണ ഭൂഷിതയായിട്ടാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇതൊരു തരം കോമഡി. ഇങ്ങനെ പല കോമഡികളും ഗൗരവപ്പെട്ട രംഗങ്ങളിലും കൂടി ചിത്രീകരിച്ചിട്ടാണ് കൂടിയാട്ടത്തിൽ അവർ ഇതിൻ്റെ കഥാഭാഗം തന്നെ മെനഞ്ഞെടുത്തിട്ടുള്ളത്. അഭിനയതന്ത്രങ്ങൾ വേറെ, അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു കർക്കിടക മാസത്തിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിബരേ രാമരസം श्री गणपते नमः। अविघ्नमस्तु। श्रीराम राम राम श्रीरामचंद्र जय, श्रीराम राम राम श्रीरामभद्र जय, श्रीराम राम राम सीताभिराम राम, श्रीराम राम राम लोकाभिराम जय, श्रीराम राम राम रावणान्तक राम, श्रीराम मम हृदय रमतां राम राम, श्रीराघवात्मा राम, श्रीराम रमापदे, श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ശബരിമുക്തി.
ഭക്തി പൂണ്ടിത്തമുക്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സരൻ പ്രസാദിക്കിലിന്നവർക്കെന്നിലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊൾക നീ. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസ്യന്ത്യജിച്ചുതൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊൾക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും. ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണി. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തുടും. സീതാവിരഹം പുറാഞ്ഞു കരകയും ചുതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധൗപീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടും കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ. ആരി വരുന്ന തിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ശാപബാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായുസുതാ ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചീടു നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംശയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാർ. അഞ്ജനാപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതോ നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭഗവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയേ. വിശ്വേക കാരണബോധന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു ലീലയ. ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ. പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന്ന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ നടുപടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘൂത്തരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി പാലേന്ദ്രതനയൻ. ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ.
ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീയാരെടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘൂപതേ മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലികബീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞേടിനാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സംഗീതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ വൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ നാമധേയം ഹനുമാനഞ്ജനാത്മജൻ ആമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കുമരികളെ വേല ചെയ്യാമതിനാവോളമാശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസ്സെങ്കിലെഴുന്നള്ളുകൊൾ താപമെല്ലാം അകലും ദയാനിധി എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുൻപില മാറുമാരുതി. പോകം മമ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവമകലിക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു. പിബരേ രാമരസം നമസ്കാരം. ശൂർപ്പണഖ രാമായണ കഥയിലെ രാക്ഷസരാജാവായ രാവണൻ്റെ സഹോദരിയാണ് ശൂർപ്പണഖ. രാമരാവണ യുദ്ധത്തിന് കാരണമാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ശൂർപ്പണഖ. ശൂർപ്പം അഥവാ മുറം പോലുള്ള നഖം ആണ് ശൂർപ്പണഖയ്ക്കുള്ളത്. അങ്ങനെയാണ് ആ പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. സീതാപഹരണം നടത്താൻ സഹോദരനായ രാവണനെ പ്രേരിപ്പിക്കുകയും അതുമൂലം രാവണ നിഗ്രഹവും ശ്രീരാമദൗത്യ പൂർത്തീകരണവും നടന്ന് അത് ശൂർപ്പണഖ മൂലമാണ്. രാമായണ കഥയ്ക്കകത്തുള്ള ഏകപക്ഷീയവും രാക്ഷസീയവുമായ കാമായനത്തിൻ്റെ പ്രതീകമാണ് ശൂർപ്പണഖ. ആ കാമനകളെ ജയിക്കാനുള്ള കഴിവ് നേടുമ്പോഴാണ് രാമായണം അർത്ഥപൂർണമാവുന്നത്. അധ്യാത്മരാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലാണ് ശൂർപ്പണഖയുടെ ആഗമനം വിവരിച്ചിരിക്കുന്നത്. ശൂർപ്പണഖ ദാനവ രാജകുമാരനായ വിദ്യുജിഹ്വ എന്ന രാജകുമാരനെ രഹസ്യമായി വിവാഹം ചെയ്യുകയും അതിൽ ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടിട്ട് രാവണൻ വിദ്യുജിഹ്വയായിട്ട് യുദ്ധം ചെയ്യുകയും അദ്ദേഹത്തെ യുദ്ധത്തിൽ വധിക്കുകയും ചെയ്തു. അതിൽ വളരെ വിഷമിച്ച് ശൂർപ്പണഖ ലങ്കയിലെത്തി രാവണനോട് അലമുറയിട്ട് കരഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ രാവണൻ, നീ എല്ലായിടത്തും സഞ്ചരിച്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിച്ചോളൂ, ഞാൻ വിവാഹം നടത്തി തരാം, ആരും അതിനെ എതിർക്കില്ല എന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ശൂർപ്പണഖയും മകനും കൂടി ജനസ്ഥാനത്ത് താമസിക്കുന്ന സമയത്ത് അവരുടെ സഹോദരന്മാരായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിവരുടെ കൂടെ ജനസ്ഥാനത്ത് താമസിക്കുന്ന സമയത്താണ് ശ്രീരാമനും ലക്ഷ്മണനും സീതയും പർണശാല കെട്ടി പഞ്ചവടിയിൽ താമസം തുടങ്ങുന്നത്. ഗൗതമി നദീതീരത്ത് താമരപ്പൂവിൻ്റെ അടയാളമുള്ള കാലടിപ്പാതകൾ കണ്ടിട്ട് ശൂർപ്പണഖ ആ കാലടിപ്പാദങ്ങളെ പിന്തുടർന്നിട്ടാണ് ശ്രീരാമൻ താമസിക്കുന്ന പർണശാലയിൽ എത്തുന്നത്.
അവിടെ യൗവന സുന്ദരനായ 1000 മണ്ഡലങ്ങളുടെ ശോഭയുള്ള സൂര്യവംശജനായ ശ്രീരാമനെ കണ്ടപ്പോൾ ശ്രീരാമൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ ശൂർപ്പണഖ തൻ്റെ രാക്ഷസീ രൂപം വെടിഞ്ഞ് മനോഹരമായ രൂപം മായയ സ്വീകരിച്ച് കാമപരവശയായി ശ്രീരാമനെ സമീപിക്കുന്നു. ശ്രീരാമനോട് താൻ രാവണ സഹോദരിയായ ശൂർപ്പണഖയാണെന്നും ജനസ്ഥാനത്ത് ഖരൻ തുടങ്ങിയ സഹോദരന്മാരുടെ കൂടെ താമസിക്കുകയാണെന്നും ശ്രീരാമനിൽ അനുരക്തയാണെന്നും അതിനാൽ ശ്രീരാമൻ തന്നെ വിവാഹം ചെയ്യണമെന്നും ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ ശ്രീരാമൻ ഏകപത്നീവ്രതനാണ് താനെന്നും സീതയെ പരിത്യജിക്കാനാവില്ല എന്നും തൻ്റെ സഹോദരനായ ലക്ഷ്മണൻ അവിടെയുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ കൂടെ പത്നി സമേതനല്ല എന്ന് പറഞ്ഞ് ശൂർപ്പണഖയെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ശൂർപ്പണഖ ശ്രീരാമൻ്റെ അടുത്തു നിന്നും ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയും പ്രണയാഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ ലക്ഷ്മണൻ നിന്നിൽ ഞാൻ കാംക്ഷയല്ല എന്ന് പറഞ്ഞ് ശ്രീരാമനോട് തന്നെ നേരിട്ട് നിന്റെ അഭ്യർത്ഥന നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം ശ്രീരാമൻ്റെ അടുത്തു നിന്ന് ലക്ഷ്മണൻ്റെ അടുത്തേക്കും ലക്ഷ്മണൻ്റെ അടുത്തു നിന്ന് ശ്രീരാമൻ്റെ അടുത്തേക്കും പല പ്രാവശ്യം പ്രണയാഭ്യർത്ഥന നടത്തി ശൂർപ്പണഖ നടത്തിയെങ്കിലും രണ്ടുപേരും തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇച്ഛാഭംഗം വന്ന ശൂർപ്പണഖ പിന്നീട് കുപിതയായി തൻ്റെ സുന്ദര രൂപം വെടിഞ്ഞ് രാക്ഷസി രൂപം എടുത്ത് സീതയാണ് ഇതിനെല്ലാത്തിനും കാരണമെന്ന് ഉദ്ദേശിച്ച് സീതയെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വാള് വീശി ശൂർപ്പണഖയുടെ കാതും മൂക്കും മാറിടവും ഛേദിക്കുകയാണ് ഉണ്ടായത്. നീലനിറമുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് 4-5 ശാഖകളായി വരുന്ന നദി പോലെ രക്തം ഒഴുക്കിക്കൊണ്ട് അവൾ രാക്ഷസപ്രവരനായ ഖരൻ്റെ മുന്നിൽ ചെന്ന് വീണു. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ശ്രീരാമ ലക്ഷ്മണന്മാരാണെന്നും അവരോട് യുദ്ധം ചെയ്ത് നീ അവരെ വധിക്കണമെന്നും ഖരനോട് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ച് ഖരനും ദൂഷണനും ത്രിശിരസ്സും 14,000 സൈനികർ ഒന്നിച്ച് ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ശ്രീരാമൻ അവരെയെല്ലാം വധിക്കുന്നു. അപമാനഭാരത്താൽ ദുഃഖിതയായ ശൂർപ്പണഖ പിന്നീട് രാവണൻ്റെ അടുത്ത് ലങ്കയിലെത്തി സങ്കടം പറയുന്നു. ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തിയ കാര്യവും അതനുസരിച്ച് അവർ ശൂർപ്പണഖയ്ക്ക് വേണ്ട വിധത്തിൽ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ ഛേദിച്ച് മൂക്കും മാറിടവും ഛേദിച്ച് അപമാനിതയാക്കി വിട്ടു എന്നുള്ള വിവരം രാവണനോട് പറഞ്ഞു. മാത്രമല്ല സീത നല്ല സുന്ദരിയാണെന്നും രാവണന് യോജിച്ചവളാണെന്നും പറഞ്ഞ് രാവണനെ സീതയിൽ മോഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രാവണൻ വിഭീഷണൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ സീതയെ തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും അങ്ങനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് ശൂർപ്പണഖ ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് രാവണ യുദ്ധത്തിന് കാരണമാകുന്നത്. പിബരേ രാമരസം
जानकी जाने राम जानकी जाने कदलनिदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम विषादकाले सखा त्वमेव भयान्धकारे प्रभात्वमेव विषादकाले सखा त्वमेव भयान्धकारे प्रभात्वमेव भवाभिनौगा त्वमेव देवा भवाभिनौगा त्वमेव देवा भजे भवन्दं रमाभिरामा भजे भवन्दं रमाभिरामा जानकी जाने राम 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 जानकी जाने राम दया समेता सुधा निकेता चिन्मकरन्दा नतमुनिवृन्दा दया समेता सुधा निकेता चिन्मकरन्दा नतमुनिवृन्दा आगमसारा जिद संसारा आगमसारा जिद संसारा भजे भवन्दं मनोभिरामा भजे भवन्दं मनोभिरामा जानकी जाने राम जानकी जाने कदलनिदानं नाहं जाने मोक्षकवाडं नाहं जाने जानकी जाने राम 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 जानकी जाने राम पिबरे रामरसम् पिबरे रामरसम् पिबरे रामरसं रसने